Hi my dears, welcome to ACS online class. അപ്പോൾ നമുക്ക് പഠിച്ച ഭാഗത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, പേജ് നമ്പർ 96. Okay, many shapes from a half sheet. ഒരു ഹാഫ് ഷീറ്റിൽ നിന്ന് നമ്മൾ ഒരുപാട് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാണ്. Take a piece of paper. ഒരു പീസ് പേപ്പർ എടുക്കുക. Cut the sheet into two equal triangles so that each triangle is equal to half of the sheet. എന്താണ് ഒരു കുഞ്ഞു പീസ് പേപ്പർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഒരു കുഞ്ഞു പീസ് പേപ്പറിനെ ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസ് ആക്കി മാറ്റണം. അതായത് രണ്ട് ട്രയാങ്കിൾസ് വേണം. ഓക്കെ, ഇതിപ്പോ ഒരു കുഞ്ഞു ഷീറ്റ് പേപ്പർ ആണെങ്കിൽ എന്താണ് നടുക്ക് ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്ത് ഒന്ന് മടക്കി കൊടുത്താൽ എന്തായി? ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ എന്തായി? ഇതൊരു ട്രയാങ്കിളായി, ഇതൊരു ട്രയാങ്കിളായി. ആ രണ്ട് ട്രയാങ്കിളുടെയും അളവുകൾ അല്ലെങ്കിൽ സൈസ് ഈക്വൽ ആയിരിക്കും അല്ലെ? ഷെയ്ഡ് ദ ടു ട്രയാങ്കിൾസ് വിത്ത് ഡിഫറെന്റ് കളേഴ്സ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ ഒരു കളർ കൊടുക്കുക, മറ്റേ ട്രയാങ്കിളിൽ മറ്റൊരു കളർ കൊടുക്കുക. ഓക്കെ, ഡ്രോ ഡിഫറെന്റ് ഷേപ്സ് യൂസിങ് ദീസ് ട്രയാങ്കിൾസ്. അങ്ങനെയെങ്കിൽ ഈ ട്രയാങ്കിൾസ് ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടം പോലെ മറ്റ് പല ഷേപ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. വൺ സച്ച് ഷേപ്പ് ഇസ് ഷോൺ ഹിയർ. കണ്ടോ, ഒരു ഷേപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് പേപ്പർ എടുക്കുക, ഈക്വൽ ആയിട്ട് ഇതുപോലെ രണ്ട് ട്രയാങ്കിൾ മേക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? അത് കട്ട് ചെയ്ത് ട്രയാങ്കിൾ മാറ്റുക. എന്നിട്ട് രണ്ട് ട്രയാങ്കിളിലും രണ്ട് ഡിഫറെന്റ് കളേഴ്സ് കൊടുക്കുക. അത് ഉപയോഗിച്ച് പല ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാമ്പിൾസ് മിസ് കാണിച്ചു തരാം. ആണോ? ഇതൊരു ഷേപ്പായി. ഓക്കെ, ഇതുപോലെ തന്നെയുള്ള ഷേപ്പാണ്. ഇതൊരു ഷേപ്പായി. ഇനിയോ രണ്ട് ട്രയാങ്കിൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ മറ്റൊരു ഷേപ്പായി. ഇനിയോ രണ്ട് ട്രയാങ്കിൾസിന്റെ ആ ഒരു കോൺ ഭാഗം ഒരുമിച്ച് വെച്ചാൽ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. പിന്നെ ആ രണ്ട് ട്രയാങ്കിൾസ് ഉപയോഗിച്ച് എന്തെല്ലാം ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കി. ആ ട്രയാങ്കിൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ മറ്റൊരു ഷേപ്പ് കിട്ടത്തില്ലേ? കണ്ടോ? നമുക്ക് ആ ട്രയാങ്കിൾസ് ഉപയോഗിച്ച് ചുമ്മാ നിങ്ങൾ അത് വെച്ചൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിക്കേ, ഇഷ്ടം പോലെ ഷേപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ ഷേപ്സ് എല്ലാം ഒരു കുഞ്ഞാക്കി ഇതുപോലെ കുഞ്ഞാക്കി വരച്ച് ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ബോക്സിലാണ് വരച്ചിടുക. ഓക്കെ, ഇതുപോലത്തെ ഷേപ്സിന്റെ പടങ്ങളെല്ലാം വരച്ചിടുക. നിങ്ങൾ കട്ട് ചെയ്തെടുത്ത് ആ ട്രയാങ്കിൾ എന്ത് ചെയ്യണം? ആ ട്രയാങ്കിൾ പലതരത്തിൽ അറേഞ്ച് ചെയ്ത് പല ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതിന്റെ റഫ് ഫിഗർ, ഒരു കുഞ്ഞു ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ ആ ബോക്സിൽ വരച്ചിട്ടേക്കുക. ഓക്കെ, ഇനി many ways to cut into half. I have made a rectangle into two equal parts like this. Each part is half. കണ്ടോ, ആ ഒരു കുട്ടി പറയുകയാണെ ഒരു റെക്റ്റാങ്കിൾ ഞാൻ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. എങ്ങനെയാണ്? കണ്ടില്ലേ, ഒരു ഭാഗം മഞ്ഞ കളറില് മറ്റേ ഭാഗം ഒരു ആഷ് കളറിൽ ഇരിക്കുകയാണ്. പക്ഷെ രണ്ടും തുല്യ അളവിലാണ് ആ കുട്ടി കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് തോന്നും ആഷ് ഭാഗം കുറവാണെന്ന് തോന്നും, പക്ഷെ അല്ല. ആഷ് ഭാഗവും അതുപോലെ തന്നെ ആ മഞ്ഞ ഭാഗവും രണ്ടും ഈക്വൽ അളവിലാണ് ആ കുട്ടി കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വി റൈറ്റ് ഇറ്റ് ആസ് ഹാഫ് അല്ലേ? എന്ത് ചെയ്യും? ആ പകുതിയെ നമ്മൾ 1/2 അല്ലെങ്കിൽ ഹാഫ് എന്ന് പറയും. ഇറ്റ് മീൻസ് 1 part out of 2. ആ റെക്ടാങ്കിളിനെ രണ്ടായിട്ട് ഭാഗിച്ച് അതിലൊരു ഭാഗത്തിനെ 1/2 എന്ന് പറയും. രണ്ടായിട്ട് ഭാഗിച്ചെങ്കിൽ ആ /2 താഴെ വന്നു. ആ ഒരു ഭാഗത്തിനെ മുകളിൽ 1 ആക്കി എഴുതി 1/2. ഓക്കെ, you can check if these parts are equal. Try keeping one on top of the other. അത് ഈക്വൽ ആണ് തിരിച്ചറിയാൻ എന്താ ഒരു വഴി എന്താണ്? ആ രണ്ട് ഭാഗവും ഈക്വൽ ആണോ തിരിച്ചറിയാൻ വേണ്ടി കട്ട് ചെയ്ത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഒന്നിന്റെ പുറത്ത് മറ്റേത്, ഒരു പാർട്ടിന്റെ പുറത്ത് മറ്റേ ഭാഗം വെക്കുക, ഒരു ഭാഗത്തിന്റെ പുറത്ത് മറ്റേ ഭാഗം വെക്കുക. അപ്പോൾ എന്താണ്? രണ്ടും ഒരേ അളവിൽ ഇരിക്കുകയാണെങ്കിൽ, ഒന്നിന്റെ പുറത്ത് ഒന്ന് വെക്കുമ്പോൾ രണ്ടും ഒരേ അളവിൽ ഇരിക്കുകയാണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആണ് അല്ലെങ്കിൽ ഹാഫ് ആണ്. ആ ഒറ്റ റെക്ടാങ്കിളിന്റെ ഹാഫ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഹാഫ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് ഒരു ജസ്റ്റ് എന്താണ്, നമുക്ക് ഒന്നിന്റെ പുറത്ത് ഒന്ന് വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടാണ് കേട്ടോ ഈ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി how many different ways can you cut a rectangle into half? Draw 5 different ways.
ഇവിടെ 5 രീതിയിൽ നമുക്ക് ആ ഒരു റെക്ടാങ്കിളിനെ കട്ട് ചെയ്യാം. ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യണം. ഏതൊക്കെ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും? എല്ലാവരും വരയ്ക്കണം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വരച്ചാൽ മതി. ഫസ്റ്റ് റെക്ടാങ്കിൾ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കതിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ കട്ട് ചെയ്താൽ ഈ ഭാഗവും ഈക്വൽ ആണ്. അടുത്ത റെക്ടാങ്കിളോ ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ. അങ്ങനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്താലോ, നടുക്കുന്ന കട്ട് ചെയ്താലും ഈ 2 ഭാഗവും ഈക്വൽ ആയിട്ട് കിട്ടും. പിന്നെ മൂന്നാമത്തെ റെക്ടാങ്കിൾ ഇങ്ങനെ ഇരിക്കുകയാണ് ടെക്സ്റ്റ് ബുക്കിലെ. അതിന് ഈ നടുക്കുന്ന ഇങ്ങനെ കട്ട് ചെയ്താലോ, മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പൊ നടുക്കത്തെ ആ സെന്റർ ലൈൻ എല്ലാവരും വരച്ചു കൊടുക്കാം. മിസ് ഇപ്പൊ വരച്ചെടുക്കുന്ന പോലെ ആ സെന്റർ ലൈൻ എല്ലാവരും വരച്ചു കൊടുക്കുക ടെക്സ്റ്റ് ബുക്കിൽ പെൻസിൽ ഉപയോഗിച്ച്. ഈ അടുത്ത റെക്ടാങ്കിൾ ഇങ്ങനെ ഇരിക്കുകയാണേ. അതിനെ എങ്ങനെ കട്ട് ചെയ്യാം? ഇതിനെ ഇങ്ങനെയല്ലേ കട്ട് ചെയ്തത്, ഞാനപ്പോ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പോകും. ഓക്കെ, ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഇതിന് ഇപ്പുറത്തോട്ട് ലൈൻ കൊടുത്തു. അപ്പൊ ഈ ഭാഗവും ഈ ട്രയാങ്കിളും താഴത്തുള്ള ട്രയാങ്കിളും മുകളിലത്തെ ട്രയാങ്കിളും ഈക്വൽ ആയിട്ട് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ ഈ നടുക്കുന്നത് മടക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ 2 ഭാഗം തുല്യമാണെന്ന് കിട്ടും. ഇനി അതിൻ്റെ അടുത്തൊരു ഫിഗർ നമ്മുടെ റെക്ടാങ്കിൾ ഇങ്ങനെ ഇരിക്കുകയാണെ. ഓക്കെ, അതിനെ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. കണ്ടോ എങ്ങനെയാണ്? ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. ഈ ഫിഗർ ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം, വലുതാക്കി വരച്ച് കാണിച്ചു തരാം. അതിനെ ഇങ്ങനെ കട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്താലും ഈ ഭാഗവും ഈക്വൽ ആണ്. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ വരച്ചോളൂ എല്ലാവരും. Can you check if they are equal? ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കുമോ? ഈ ഫിഗേഴ്സ് എല്ലാം എന്താണ് ഈക്വൽ ആണ്. ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നടുക്ക് നമ്മൾ വരച്ചോട്ട ലൈൻസിന് അവിടെ കട്ട് ചെയ്ത് ഒന്നൊന്നിന്റെ പുറത്ത് വെച്ച് നോക്കണം. അപ്പൊ ഈക്വൽ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാവും അല്ലെ. ഇനി many ways to make quarters. ഇനി quarters ആണ്. I make 4 parts like this. Each part is a quarter. And I can write it as 1/4. It means 1 part out of 4. ആ കുട്ടി കണ്ടോ, ഈ ഒരൊറ്റ ബോക്സിനെ ഒരു ബോക്സ്, ആ ബോക്സിനെ എന്ത് ചെയ്തു? 4 ആക്കി ഡിവൈഡ് ചെയ്തു അല്ലെ. 4 ആക്കി ഡിവൈഡ് ചെയ്തു കണ്ടോ. സോറി, ഇങ്ങനെ 4 ആക്കി ഡിവൈഡ് ചെയ്തു കണ്ടോ. അപ്പൊ എത്ര ഭാഗങ്ങളുണ്ട്? 1 2 3 4 കണ്ടോ. 4 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. ആ ഒരു എന്നിട്ട് ഈ 4 ഭാഗത്ത് 4 ഡിഫറെന്റ് കളേഴ്സും കൊടുത്തു. അപ്പോൾ ആ ഒരൊറ്റ ഫിഗറിനെ 4 ആക്കി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആ ഒരു ഭാഗം, ഇപ്പൊ ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്ന ആ ഭാഗത്തിന് എന്തെന്ന് പറയാം? 1/4 എന്ന് പറയാം. അതായത് 4 തുല്യ അളവുകളിൽ കട്ട് ചെയ്തു. ആ ഒരു ഭാഗത്തിന് 1/4 എന്ന് പറയാം. ഇനി അടുത്തത് ആ ഒരു വയലറ്റ് ഷെയ്ഡിനെ അവിടെ 1/4 എന്ന് പറയാം. 4 ആയിട്ട് കട്ട് ചെയ്തത് ഒരു ഭാഗം. ഇനി അടുത്ത ആ മഞ്ഞ ഭാഗത്തിനെ 1/4 എന്ന് പറയാം. ഇനി അടുത്ത ആ ഓറഞ്ച് ഭാഗത്തിനെ 1/4 എന്ന് പറയാം. ഓക്കെ, 4 ആയിട്ട് കട്ട് ചെയ്തതിൽ ഒരു ഭാഗം 1/4 അല്ലെങ്കിൽ ക്വാർട്ടർ പകുതിയുടെ. കണ്ട, ഈ ഒരു ബോക്സിനെ ആദ്യമേ നടുക്കുന്നൊന്ന് കട്ട് ചെയ്തല്ലേ. എന്നിട്ട് നടുക്കുന്ന കട്ട് ചെയ്തതിനെ പിന്നെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആ പകുതി ഭാഗത്തിനെ പിന്നെയും പകുതിയാക്കി ട്രയാങ്കിൾ പോലെ വരച്ച് പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. പകുതിയുടെ പകുതിയാണ് 1/4 അല്ലെങ്കിൽ 1/2 എന്ന് പറയുന്ന ആ പകുതിയുടെ പകുതിയാണ് 1/4. Okay, in how many different ways can you cut a rectangle into 4 equal parts? Draw 5 different ways. Okay, അപ്പോൾ 5 റെക്ടാങ്കിൾസ് ഉണ്ട്. ഈ 5 റെക്ടാങ്കിൾസ് നമുക്ക് എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യണം. 4 ഭാഗങ്ങളാക്കണം. എങ്ങനെ കട്ട് ചെയ്യാൻ സാധിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ എല്ലാവരും. 5 റെക്ടാങ്കിൾസ് ഉണ്ട്. 3 4 ഈ 5 റെക്ടാങ്കിൾസിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 4 ഭാഗങ്ങളാക്കണം. ഓക്കെ, ഫസ്റ്റ് റെക്ടാങ്കിളിനെ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു കണ്ടോ. 4 തുല്യ ഭാഗങ്ങളാക്കി. ഇനി അടുത്ത റെക്ടാങ്കിളിൽ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, കണ്ടോ, ഞാൻ എന്ത് ചെയ്തു? കണ്ടോ, അതായത് ആ ഒരു റെക്ടാങ്കിളിനെ എന്ത് ചെയ്തു? ആ റെക്ടാങ്കിളിനെ
അകത്ത് 3 ലൈൻസ് വരച്ചു കൊടുത്തു അല്ലെ, അകത്ത് 3 ഈക്വൽ ആയിട്ട് ലൈൻസ് വരച്ചു കൊടുത്തു. തുല്യ അളവില് തുല്യ ഡിസ്റ്റൻസിൽ ഞാൻ 3 ലൈൻസ് അകത്ത് വരച്ചു കൊടുത്തു. അപ്പൊ 4 ഭാഗങ്ങളായി. മുകളിലത്തത് 1, നടുക്കത്തത് പിന്നെ 3, 4 അങ്ങനെ 4 തുല്യ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തു. കണ്ടോ, ഈ അളവെല്ലാം ഈക്വൽ ആട്ടോ. ഇത്രയും ഭാഗത്തിന്റെ എല്ലാം ഈ അളവ് തന്നെയാണ് ഈ ഭാഗം, അതേ അളവ് തന്നെയാണ് ഈ ഭാഗം. 4 തുല്യ അളവുകളാക്കി അതായത് 3 ഈക്വൽ ലൈൻസ് വരച്ചു കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇങ്ങനെ കട്ട് ചെയ്തു കേട്ടോ. അപ്പൊ 4 ഡിവൈഡ് ചെയ്യാൻ സാധിച്ചല്ലേ. 1 2 3 4 ഈ അളവ് തന്നെയാണ് ഇവിടെ ഉള്ളത്, അതേ അളവ് തന്നെയാണ് ഇപ്പുറത്തും. കണ്ടോ, അങ്ങനെ 4 ആക്കി ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തതോ? നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. കണ്ടോ, ആദ്യമേ നടുക്ക് ഒരു ലൈൻ വരച്ചു, എന്നിട്ടോ ആ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ലൈൻ വരച്ചു, പിന്നെ ഇങ്ങനെ ലൈൻ വരച്ചു. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ 4 ട്രയാങ്കിൾസും തുല്യ അളവിലുള്ളതാണ്. ഇനി എങ്ങനെ വരയ്ക്കാം? കണ്ടോ, അപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി, ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി, ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി, ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. 4 ട്രയാങ്കിൾസ് കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ വരച്ചു കൊടുക്കാം. ഇതും ഒരു എക്സാമ്പിൾ ആണ്. ഇതൊരു റെക്ടാങ്കിൾ ആണെങ്കിൽ അതിനെയും ഞാൻ നടുക്കുന്ന വരച്ചു, പിന്നെ ഇങ്ങനെ ലൈൻ വരച്ചു, ഇങ്ങനെ ലൈൻ വരച്ചു. 4 ട്രയാങ്കിൾസ് കിട്ടി. ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ. അങ്ങനെ 4 ട്രയാങ്കിൾസ് കിട്ടി. 4 ട്രയാങ്കിൾസും തുല്യ അളവിലുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് ഈക്വൽ ആയിട്ട് അതിൻ്റെ അകത്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ക്യാൻ യു ചെക്ക് ഇഫ് ദേ ആർ ഈക്വൽ? എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മൾ കട്ട് ചെയ്യേണ്ട വരും അല്ലേ. കട്ട് പേപ്പർ എടുക്കുക, നിങ്ങൾ ഇതുപോലത്തെ റെക്റ്റാങ്കിൾ ബോക്സ് വരയ്ക്കുക, എന്നിട്ട് ഈക്വലായി നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്ത് നോക്കുക, ഒന്നൊന്നിൻ്റെ പുറത്ത് വെച്ച് നോക്കുക, എന്നിട്ട് ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ വരയ്ക്കേണ്ടത് ആക്ടിവിറ്റീസേ ഉള്ളൂ. അതെല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വരച്ച് മിസ്സിന് ഹോംവർക്കായിട്ട് സെൻഡ് ചെയ്യാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് റിവൈൻഡ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഉറപ്പായും മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.